നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ നാട്ടിലെ മാധ്യമങ്ങൾ, വാർത്താ ചാനലുകൾ നമുക്ക് മുന്നിലേക്ക് വാരി വിതറിത്തരുന്ന വാർത്തകളിലെ അടിസ്ഥാനമില്ലായ്മ. മംഗളൂരുവിലെ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മലയാളി. വയനാട് പുൽപ്പള്ളി സ്വദേശി മുഹമ്മദ് അഷ്റഫാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ചാണ് ആൾക്കൂട്ടം യുവാവിനെ മർദ്ദിച്ചു കൊന്നത്. 20 ആളുകൾ കൊല്ലപ്പെട്ടത്. മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നത് വെറും ആരോപണം മാത്രമാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മളൊന്നറിയണം, ഈ കന്നഡക്കാർക്കൊക്കെ മലയാളികളോട് ഭയങ്കര ചൊറിച്ചിലുണ്ട്. നിങ്ങളെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, പഹൽഗാം ദുരന്തമുണ്ടായതിനു ശേഷം, ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം നമ്മളുടെ മാധ്യമങ്ങൾ ദിവസവും യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അവിടെ കമ്മിറ്റി കൂടി, ഇവിടെ കമ്മിറ്റി കൂടി. പ്രധാനമന്ത്രി അത് പറഞ്ഞു, ആഭ്യന്തരമന്ത്രി മറ്റേത് പറഞ്ഞു, ഡിഫൻസ് മന്ത്രി മറ്റേത് പറഞ്ഞു. അവരവിടെ മീറ്റിംഗ് കൂടി, അവിടെ പട്ടാളം പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മുടെ അറേബ്യൻ കടലിൽ നേവി ഡിപ്ലോയ് ചെയ്തു. ദിവസവും യുദ്ധപ്രഖ്യാപനങ്ങളാണ്. അതിനിടയ്ക്ക് പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞു, പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. വേറൊരു സൈഡ് ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. ഒന്ന് പറഞ്ഞാൽ, ആർമി അഥവാ ഡിഫൻസ്, നമ്മുടെ ഡിഫൻസുമായിട്ട് ആർമിയുമായിട്ട് ഒന്നും ബന്ധപ്പെട്ട് യാതൊരുവിധ വാർത്തകളും അവർ പുറത്തുവിടത്തില്ല. നമ്മളുടെ പോലീസ് ചില സമയങ്ങളിൽ കാണിക്കാറുണ്ട്, ചില നാട്ടിലെ ക്രൈമുകളെ പറ്റിയിട്ടൊക്കെ വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇതുമാതിരിയൊന്നും ആർമി നടത്താറില്ല. ആർമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും നടത്താറില്ല. രണ്ടാമത്, സാധാരണ ഞങ്ങൾ പട്ടാളക്കാർക്ക് ആർമി കേന്ദ്രങ്ങളിൽ സന്ദർശിക്കുന്നതിന് വലിയ പരിമിതികളൊന്നുമില്ല. ഐഡന്റിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ അറിയണം, കഴിഞ്ഞ ഒരു 6 മാസം മുൻപ് ഞാൻ എൻ്റെ മകളെയും കൊണ്ട് കൊച്ചിയിലെ നേവൽ ക്യാൻറ്റീനിൽ ഒന്ന് പോയി. എനിക്ക് ഈസിയായിട്ട് കയറി പോവാം. പക്ഷെ എൻ്റെ മകൾക്ക് അവര് എൻട്രി തന്നില്ല. കുറെ പ്രൊസീജിയറൊക്കെ ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വേണമെങ്കിൽ പോകാൻ പറ്റും. പക്ഷെ ഞാൻ അതിനൊന്നും ശ്രമിച്ചുമില്ല, അത് സമയം നഷ്ടമായതുകൊണ്ട്. എന്ന് പറഞ്ഞ മാതിരി നമ്മളുടെ ആർമി ഡിഫൻസിനെ പറ്റിയിട്ടൊന്നും യാതൊരുവിധ വാർത്തകളും അവരാരും പുറത്തുവിടത്തില്ല, വിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ മാധ്യമങ്ങൾ എന്തെല്ലാം വായ്ത്താരിയായിടുന്നത് നിങ്ങൾ ഓർക്കണം. ഈ യുദ്ധ പ്രഖ്യാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഈ TV ചാനലുകളിലെ, ന്യൂസ് ചാനലുകളിലെ വാർത്തകളിൽ കാണുന്ന ഈ ആർമിയുടെ യൂണിഫോമും ആർമിയുടെ വണ്ടികള്, എയർഫോഴ്സിന്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ, ഇതെല്ലാം ഓൾറെഡി ഗൂഗിളിൽ കിടപ്പുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ എടുക്കാം, എടുത്തിട്ട് പ്രഖ്യാപനങ്ങൾ നടത്താം. ഇതിനെക്കാട്ടി പറ്റും നല്ല സഹിക്കാത്ത ചില യൂട്യൂബർമാർ പറയുന്നുണ്ട്, പാകിസ്ഥാന്റെ അങ്ങനെ പോയി, പാകിസ്ഥാൻ കാലുവഴി തൂറി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതൊരു വേറൊരു വഴിക്ക്. ഇതെല്ലാം നിങ്ങളുടെ സ്വന്തക്കാരായതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ ഒരു സിമ്പിൾ ഒരു വാർത്ത നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ബോധ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഞാനൊന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു കൊല്ലപ്പെട്ടത്. മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നത് വെറും ആരോപണം മാത്രമാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മളൊന്നറിയണം, ഈ കന്നഡക്കാർക്കൊക്കെ മലയാളികളോട് ഭയങ്കര ചൊറിച്ചിലുണ്ട്. വയനാട് പുൽപ്പള്ളി സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ മംഗലാപുരത്ത്, കർണാടകയിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. അന്ന് ആ വാർത്ത ചില ചാനലുകൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു. ചില ചാനലുകൾ പറഞ്ഞു ആൾക്കൂട്ട ആക്രമണമല്ല, ഹിന്ദുത്വ ആക്രമണമാണ്, അവിടുത്തെ ബജരംഗ് ദൾ RSS പ്രവർത്തകരാണ്, BJP പ്രവർത്തകരാണ് കൊന്നത് എന്നൊക്കെ ഈ മീഡിയ ചാനൽ മാതിരിയുള്ള ചില ചാനലുകൾ അതിൽ തന്നെ ഊന്നി നിന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഈ വാർത്ത അന്ന് ആ വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്.
അന്ന് വാർത്താമാധ്യമങ്ങളും പ്രത്യേകിച്ച് കർണാടകയുടെ ആഭ്യന്തരമന്ത്രി, കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്വന്തം മച്ചാൻ, ആ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അവൻ പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു, അല്ല പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു. അതുകൊണ്ടാണ് ആൾക്കൂട്ടം ആക്രമിച്ചതെന്നാണ് ഒരു ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നതെന്ന് ഓർക്കണം, സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി. ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ അതിന്റെ ഒരു ഷോർട്ട് ചെയ്തിരുന്നു, ഷോർട്ട് വീഡിയോ. അതിൽ ഞാൻ പറഞ്ഞു, കൊല്ലപ്പെട്ടത് മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നത് വെറും ആരോപണം മാത്രമാണ്, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മളൊന്നറിയണം, ഈ കന്നഡക്കാർക്കൊക്കെ മലയാളികളോട് ഭയങ്കര ചൊറിച്ചിലുണ്ട്. മുദ്രാവാക്യം വിളിച്ചത് വെറും ആരോപണം മാത്രമാണ്, അതിന് തെളിവുകളില്ല. തെളിവുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ, നമുക്ക് വിശ്വസിക്കാമെന്ന് ഞാൻ അത് ഈ വീഡിയോയുടെ കൂടെ തരുന്നുണ്ട്, ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അത് അന്ന് ഏകദേശം ഒരാഴ്ച മുമ്പാണ്. പക്ഷെ ഇന്നലെ അതിനൊരു വ്യത്യാസം വന്നു. ഇന്നലെ ഏഷ്യാനെറ്റ് ചാനലുകാര് അത് പിന്നെയും പോയി അന്വേഷിച്ച് ഒരു പുതിയ റിപ്പോർട്ട്, ന്യൂസ് അവർ ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മംഗലൂരുവിൽ കൊല്ലപ്പെട്ട മലയാളിയായ അഷ്റഫ്, ആ സംഭവത്തിൽ ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത് ഈ ആൾക്കൂട്ടം അടിച്ചുകൊന്ന ആ സമയത്ത് ഈ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു അഷ്റഫ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രദേശവാസിയായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ സജിത് ഷെട്ടി ഞങ്ങളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, അതായത് അങ്ങനെ ഒരു പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്നാണ് സജിത് ഷെട്ടി പറയുന്നത്. ഈ അടിച്ചു കൊന്നതിന് ശേഷം രക്ഷപ്പെടാനായി പ്രതികൾ ചില കഥകൾ ഉണ്ടാക്കുന്നതാണ്, അതിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്നുള്ളതാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കർണാടക ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാതെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നുവെന്നും സജിത്ത് പറയുന്നു. കുടുപ്പ് സ്വദേശിയായ സാമൂഹ്യ പ്രവർത്തകൻ സജിത് ഷെട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. കുടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ആ നാട്ടുകാരനാണല്ലോ, എന്താണ് അന്ന് അവിടെ സംഭവിച്ചത് 27-ാം തീയതി? ഞാൻ അവിടെ സ്ഥലത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് പ്രകാരം അവിടെ ക്രിക്കറ്റ് മാച്ച് ആയിക്കൊണ്ട ടൈമിൽ ഇയാൾ വന്ന അടുത്ത എന്തോ വിഷയത്തിൽ കശിവിഷയായി വാക്തർക്കം ഉണ്ടായി. അപ്പോൾ ഒരാൾ പോയി അടിച്ചപ്പോൾ കൂട്ടുകാരെല്ലാം ചേർന്ന് അടിച്ചപ്പോൾ ആടേണ്ട ബാക്കി നല്ലവരായ ചെറുപ്പക്കാർ പറഞ്ഞു പോലും വേണ്ട അടിക്കണ്ട, സംസാരിച്ച് വിടാൻ. പക്ഷേ ആ ബാക്കിയെല്ലാം കേട്ടില്ല. തലയിൽ എന്തെല്ലാം ആൾക്കാരായിട്ടുണ്ടാവും, എല്ലാം അടിച്ചു അവിടെ ഇട്ടു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നുണ്ട്, അത് അങ്ങനെ നടന്നിട്ടുണ്ടോ? അങ്ങനത്തത് എൻ്റെ വിചാരത്തിൽ കുറേ കൂട്ടക്കൂടിയുള്ള ഒരു സ്ഥലത്ത് അത് ഒരേ ധർമ്മത്തിലുള്ള ഒരാൾ ഉണ്ടാവും, ഒരാൾ പോയിട്ട് പാകിസ്ഥാൻ ചിന്ത വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനായാലും ഒരു മുസ്ലിം അധികമുള്ള സ്ഥലത്ത് പോയിട്ട് അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് വിളിക്കുന്ന ഞാൻ വിളിക്കില്ല, എനിക്ക് ധൈര്യമല്ല. അതേ ഇടവുള്ള ഒരാൾ വന്നിട്ട് ഏതോ സ്ഥലത്തിൽ വന്നിട്ട് ഇതന്നെ ഒരു ഹിന്ദു അധികമുള്ള സ്ഥലത്തിൽ വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച് വെറുതെ പറഞ്ഞുണ്ടാക്കിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്കിപ്പോൾ ഇവർ അടിച്ചിട്ട് അത് കൈമീറിയിട്ട് അവന് ചത്തപ്പോൾ അതിനെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രപാടെന്ന് എനിക്ക് തോന്നുന്നു. പിടിയിലായ ആളുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണ്, 20 പേരുള്ളത്? അതിൽ ചില ആൾ പരിചയമുണ്ട്, ചില ആൾ പറയുന്നത് ഞങ്ങൾ അവിടെ ബാക്ക് സൈഡിൽ നിന്നതാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് വിട്ടതല്ല. ക്ലബിൻ്റെ ആളുകളാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്, അത് പറയാൻ പറ്റില്ല. അത് കളിക്കാൻ വരുന്ന സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള ആൾ അധികം ഉണ്ട് അതിൽ. പിന്നെ അതിൽ മിഡിലിൽ വേറെ ആൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആഭ്യന്തരമന്ത്രി പരമേശ്വരൊക്കെ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്നതാണ്. അവർ അതിന് കൺഫേം ആക്കിയിട്ട് പറയണമായിരുന്നു. ഒരു ഉന്നത സ്ഥാനത്തിൽ ഞങ്ങളെ ഗൃഹമന്ത്രിയാണ്, ഞങ്ങൾ ബിലീവ് ആക്കുന്ന അവരെയാണ്. പക്ഷെ അവർ ഒരേ വാക്കിൽ പാകിസ്ഥാൻ സിന്ദാബാദ് പറഞ്ഞ് കൺഫേം പറയാൻ പാടില്ല. അതിന് സൂക്തമായിട്ട് ആരോട് ചോദിച്ചിട്ട് ഇങ്ങനെ പറയാം, ഞങ്ങൾ ചോദിക്കാം, അതിന് അന്വേഷിക്കാൻ പറയാൻ പാടില്ല. കുടുപ്പ് സ്വദേശിയായ സജിത് ഷെട്ടിയാണ് ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അറിവ് പ്രകാരം ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം വിളി അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കുടുപ്പുവിൽ നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. അതിൽ അവർ പറയുന്നു, അവിടുത്തെ ഹിന്ദുവായ ഒരു സോഷ്യൽ വർക്കർ പറയുന്നു ഇത് ആൾക്കൂട്ട ആക്രമണമാണ്. പക്ഷേ ഇതിനകത്ത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളി നടന്നിട്ടില്ല, അതല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല, ഹിന്ദു തീവ്രവാദികളൊന്നും ഉൾപ്പെട്ടിട്ടില്ല. ചില ഉളകൾ എല്ലാം കൂടി നമ്മുടെ നാട്ടിൽ കാണാറില്ലേ, പിന്നെ 4 പേര് കൂടി കഴിഞ്ഞാൽ പിന്നെ മസിൽ പവർ കൂടും, ആരുടെ നെഞ്ചത്ത് കയറുന്നതാണ് അവസ്ഥ. അതുപോലെ അഹങ്കാരം മൂത്ത കുറെ അവന്മാര്
ഹിന്ദുക്കൾ തന്നെയാണോ എന്നുള്ളതിനൊന്നും അതുപോലെ ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ അവരെല്ലാം കൂടെ കൂടിയാണ് ഈ അഷ്റഫ് എന്ന് പറയുന്ന പയ്യനെ കൊല ചെയ്തത്. എന്നിട്ട് കൊലപ്പെടുത്തതിന് ശേഷം അവരുടെ സ്ഥാനം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു പയ്യൻ ചത്തതിന് ശേഷമാണ് അവർ പറഞ്ഞു ഇവൻ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു. അപ്പൊ എളുപ്പമുണ്ടല്ലോ കാര്യം. പറഞ്ഞപ്പോ അവിടെ വിഷയം അങ്ങ് മാറുകയല്ലേ, നേരെ യു-ടേൺ അടിച്ചു കഴിഞ്ഞു. അത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ അത് ഏറ്റുപിടിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ മീഡിയ ചാനൽ മാതിരിയുള്ള ഇത്രയും വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മീഡിയ ചാനല് എങ്ങനെ മുസ്ലിങ്ങളെ തലതിരിച്ചു വിടാമെന്നുള്ളതാണ് മീഡിയ വൺ ചാനൽ നടത്തുന്ന ഗവേഷണം. ഇതിനിടയ്ക്ക് എന്താ റെവല്യൂഷണറി പാർട്ടിയോ എന്തോന്നാ അങ്ങനെ കണ്ടി പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി. അതിന്റെ ഒരു നേതാവ് പറയുന്നു ഈ ഹിന്ദു തീവ്രവാദികള് ആക്രമിച്ച് മുസ്ലിമിനെ കൊല ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്യുക. പക്ഷേ ഒരു വാർത്തയെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം എന്ന് ഈ മാധ്യമങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ പ്രേക്ഷകർ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്നതിനകത്തൊന്നും യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. ഈ പഹൽഗാം ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന ഒരൊറ്റ വാർത്തകളും സത്യമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. സത്യമല്ല, അസത്യങ്ങളാണ്. അവരവരുടെ നേരം പോക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുമ്പിലേക്ക് വാരിയിട്ട് തരുന്ന കുറെ വൈത്താരികൾ മാത്രമാണെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു എൻ്റെ ഈ വീഡിയോയിലെ ശ്രമം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ബോധ്യപ്പെടാനും പോകുന്നില്ല. അപ്പൊ ശരി, ജയ് ഹിന്ദ്.